ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിട്ടുന്ന നല്ല വെണ്ണ പോലെ വെന്ത പാൽക്കപ്പയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ബീഫ് റോസ്റ്റ്, മീൻ കറി, ചെമ്മീൻ, കക്കയിറച്ചി, കൂന്തൽ ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിഷാണ് പാൽക്കപ്പ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഈ ഒരു പാൽക്കപ്പ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. കപ്പയുടെ പുറത്തുള്ള മണ്ണൊക്കെ ഒന്ന് കഴുകി കളഞ്ഞ ശേഷം അതിൻ്റെ തൊണ്ടൊക്കെ പൊളിച്ചിട്ട് ഇതേപോലെ കഷ്ണങ്ങളാക്കി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് തിളപ്പിച്ച ശേഷം കപ്പ കഷ്ണങ്ങളൊന്ന് കോരി മാറ്റാം. കപ്പയുടെ കട്ട് കളയാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വെക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു വലിയ സവാള കൊത്തി അരിഞ്ഞതും 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയും പച്ചമുളകും ചെറുതായിട്ടൊന്ന് വാടുമ്പോൾ തന്നെ അതിലേക്ക് കപ്പ കഷ്ണങ്ങളും ഒരു തേങ്ങയുടെ 2/2 പാലും പാകത്തിനൊപ്പം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. കപ്പ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഒരു തവിയോ വിസ്കോ കൊണ്ട് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇതേപോലെ ഉടച്ചെടുത്താലാണ് പാൽക്കപ്പയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് ഇതിലേക്ക് തേങ്ങയുടെ 1/4 പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കാം. ഇനി കുറച്ച് വെളിച്ചെണ്ണയിൽ ചുവന്നുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ഉണക്കമുളകും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് ഈ കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഏതെങ്കിലും നോൺ വെജ് കറിയുടെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിതിവിടെ ബീഫ് റോസ്റ്റിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തത്. അപ്പോൾ പാൽക്കപ്പ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.